ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ. ആപ്കി അദാലത്ത് രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. വരൂ, ആപ്കി അദാലത്തിൽ നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി, ഇദ്ദേഹം ഒരു യുവാവായ രാഷ്ട്രീയക്കാരനാണ്. ഇദ്ദേഹം തന്റെ ചെറിയ വയസ്സിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിയിരിക്കുന്നു. വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ലീഡറാണ്. പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തതയോട് പറയും, ധൈര്യമായിട്ട് പറയും. ധാരാളം വിവാദങ്ങൾ, ധാരാളം കോൺട്രവേഴ്സീസ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. പ്ലീസ് വെൽക്കം കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി പ്രസിദ്ധനായ പത്രപ്രവർത്തകനാണ്. രാജസ്ഥാൻ രാഷ്ട്രീയം നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. സച്ചിന് അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് അറിയാം. പ്ലീസ് വെൽക്കം സഞ്ജീവ് ശ്രീവാസ്തവ്. ഇന്നത്തെ ജഡ്ജിയോട് ഈ വിചാരണ തുടങ്ങുവാനുള്ള അനുവാദം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിചാരണ തുടങ്ങിയാലോ രജത് സാർ? സച്ചിൻ പൈലറ്റിനോട് ആദ്യത്തെ കുറ്റം ആരോപിക്കുന്നതിന് മുൻപ് സച്ചിൻ പൈലറ്റിന്റെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊന്ന് നോക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ് സച്ചിൻ പൈലറ്റ്. മോഡേൺ ഇന്ത്യയുടെ ഒരു യങ് പൊളിറ്റീഷ്യൻ എന്ന് ഇദ്ദേഹത്തിനെ വിളിക്കാം. അദ്ദേഹത്തിന് ഒരു തനി സപ്പോർട്ട് ബേസ് തന്നെയുണ്ട്. സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. 7 വർഷം ആ സ്ഥാനത്തുണ്ടായിരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടിയുടെ ലോങ്സ്റ്റ് സർവിംഗ് സ്റ്റേറ്റ് പ്രസിഡന്റായി ഇദ്ദേഹം ഉണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ 2018 കോൺഗ്രസ് നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചിരുന്നു. സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകേണ്ട ഒരു വ്യക്തിയായിരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കി. അതിനുശേഷം മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് കാരണം അദ്ദേഹം തന്റെ പദവി രാജിവെച്ചു. ഈ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ സച്ചിൻ ഇലക്ഷനിൽ ജയിച്ചിരുന്നാലും കോൺഗ്രസ് അവിടെ തോറ്റുപോയി. സച്ചിൻ പൈലറ്റ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഒപ്പം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ ചുമതലയും ഇദ്ദേഹത്തിനാണ്. സച്ചിൻ പൈലറ്റ് തന്റെ 26ാമത്തെ വയസ്സിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ സച്ചിൻ പൈലറ്റിന് കോർപ്പറേറ്റ് അഫയർ മിനിസ്ട്രിയുടെ സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്നു. ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റായും ചുമതല വഹിച്ചു. സച്ചിൻ പൈലറ്റിന് വേൾഡ് എക്കണോമിക് ഫോറമിൽ യൂത്ത് ഗ്ലോബൽ ലീഡറായി ഇദ്ദേഹത്തെ ഉയർത്തി കാണിച്ചു. സച്ചിൻ പൈലറ്റിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിൽ റെഗുലർ കമ്മീഷൻ ഓഫീസറായി ഇദ്ദേഹം സ്ഥാനമേറ്റിരുന്നു. ആദ്യം യൂണിയൻ മിനിസ്റ്ററായിരുന്ന സച്ചിൻ പൈലറ്റ് ടെറിട്ടോറിയൽ ആർമിയുടെ 124 സിഖ് റെജിമെന്റിൽ ക്യാപ്റ്റന്റെ റാങ്കിലും ഉണ്ടായിരുന്നു. ഓട്ടം സ്കൂൾ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ നിന്നും MBA ലഭിച്ച ഇദ്ദേഹം ആപ്കി അദാലത്തിൽ തന്റെ ന്യായത്തിനു വേണ്ടി അദ്ദേഹം തന്നെ വാദിക്കും. വരൂ, ആപ്കി അദാലത്തിൽ നമുക്ക് വിചാരണ തുടങ്ങാം. സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റിന്റെ മേൽ ആരോപിക്കുന്ന കുറ്റം, അതായത് ഇദ്ദേഹം രാഷ്ട്രീയ കളിയിൽ മിസ്ഫിറ്റ് ആണെന്നാണ്. സച്ചിൻ, താങ്കളുടെ അച്ഛൻ രാജേഷ് പൈലറ്റ് താങ്കളെ അമേരിക്കയിലുള്ള മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടി അയച്ചു. അവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു ലിസ്റ്റുണ്ട്. അലൻ മസ്ക്, വോറൻ ബഫേ, സുന്ദർ പിച്ചെ, ഇവരെയൊക്കെ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നവരാണ്. പക്ഷെ താങ്കൾ ആ വഴി തിരഞ്ഞെടുക്കാതെ രാഷ്ട്രീയത്തിലേക്ക് വന്നല്ലോ. ഈ നാട്ടില് പഠിച്ചവരിൽ ചിലരൊക്കെ ചില ആദർശങ്ങളോടുകൂടി ജീവിക്കുന്നവരായിരിക്കാം. അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നാടിന് പ്രയോജനമുള്ളതായിരിക്കും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഭരണത്തിൽ കയറി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. നല്ല പശ്ചാത്തലം, നല്ല വിദ്യാഭ്യാസം,
നല്ല ശീലങ്ങൾ, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അതായത് രാഷ്ട്രീയത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ സന്തോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോൺ മാസ് വേറെന്തോ പേര് പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് മാത്രമല്ല, അവിടെ പോകാതെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പുറത്തിറങ്ങിയതാണ് ഞാൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ നിയമസഭയിലോ പാർലമെന്റിൽ അല്ലെങ്കിൽ വിധാൻസഭയിൽ ഗവൺമെന്റിൽ നിയമങ്ങൾ ഉണ്ടാക്കണം, ലീഗൽ സൊല്യൂഷൻ ഉണ്ടാക്കണം, പിന്നെ പൊതുജനങ്ങളോട് സംസാരിക്കണം. വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇതൊക്കെ ചെയ്യുന്നത് പ്രയോജനം ചെയ്യും. നമുക്ക് എല്ലാവർക്കും വളരെ ഗുണകരമായിരിക്കും അത്. പഠിച്ചവർക്ക് പക്ഷേ അതെല്ലാം എളുപ്പമാണ്. വിദ്യാഭ്യാസമുള്ള ഒരു രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ താങ്കൾ പാരഷൂട്ടിൽ വന്ന് നേരെ പാർലമെന്റിലേക്ക് പോയി. താങ്കൾ പറയുന്നത് സത്യമാണ്, ഞാനത് സമ്മതിക്കുന്നു. വളരെ നാൾ മുമ്പ് ചെറുപ്പത്തിൽ എനിക്കൊരു പാർട്ടിയിൽ ഒരു അവസരം കിട്ടി. പക്ഷേ 25 ലക്ഷം പേർ വോട്ട് ചെയ്തിട്ടാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. കാരണം വിദ്യാഭ്യാസമുള്ള ഒരാളെയാണ് അവർ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അന്തരിച്ച എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അതുകൊണ്ട് എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം. 5 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇലക്ഷനിൽ നിന്നിരുന്നല്ലോ. പിന്നീട് ഞാൻ 3-ാം തവണ മത്സരിച്ചു, 4-ാം തവണയും മത്സരിച്ചു. അപ്പോൾ ജനങ്ങൾ എൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കി, നീ എന്ത് ചെയ്തു? നീ ആരുടെയെങ്കിലും മകനോ പേരക്കുട്ടിയോ ഒക്കെ ആയിരിക്കാം, പക്ഷേ നീ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അതായത് 2-ാം തവണയും 3-ാം തവണയും 4-ാം തവണയൊക്കെ നിന്ന് ജയിക്കുമ്പോൾ തന്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് ജയിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടും വീണ്ടും ജയിക്കാനാവില്ല. ആദ്യ തവണ നിങ്ങൾക്കത് സഹായകമാണ്, ഈസിയായിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. പക്ഷേ അടുത്ത തവണ രജത് സാർ, ജനങ്ങൾക്ക് നിങ്ങളെ നല്ലപോലെ അറിയാം, നിങ്ങളുടെ പേരും അവർക്ക് നല്ലപോലെ അറിയാം. അവർ നിങ്ങളുടെ പെർഫോമൻസ് ആണ് ജഡ്ജ് ചെയ്യുക. അതായത് നിങ്ങളുടെ അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ അവരൊക്കെ എന്ത് ചെയ്തു അതുപോലെ നിങ്ങളും ചെയ്ത് കാണിക്കണം. അതിനും മുകളിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടൊരു ബേർഡൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. അതിന് ഞാൻ ശരിക്കും മാനിക്കുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ജനങ്ങളാണ് ജയിപ്പിക്കുന്നത്. എന്റെ കയ്യിൽ ലിസ്റ്റ് തന്നെയുണ്ട്. പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പബ്ലിക്കാണ് ജഡ്ജ്. അവരാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അവരെ മാനിക്കണം, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യമായി സ്റ്റേജിൽ നിങ്ങൾ സ്പീച്ച് കൊടുക്കാൻ പോയപ്പോൾ കയ്യും കാലും ഒക്കെ വിറച്ചെന്ന് കേട്ടു. ഇപ്പോഴും അതുപോലെ വിറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കോടതിയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണാവോ ചോദിക്കാൻ പോകുന്നതെന്നോർത്ത്. ആദ്യമായി ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, വേറെ വഴിയില്ലായിരുന്നു. എന്റെ അമ്മയായിരുന്നു അന്ന് ഇലക്ഷനിൽ മത്സരിച്ചിരുന്നത്. അന്ന് എനിക്കൊരു 12 വയസ്സോ മറ്റോ കാണും. പ്രചാരണത്തിനിടെ പെട്ടെന്നൊരു നേതാവ് എന്റെ അടുക്കൽ വന്ന് അമ്മയുടെ മകൻ 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. സ്റ്റേജിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞുകൊണ്ടേ സ്റ്റേജിൽ കയറുമ്പോൾ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് സംസാരിച്ചു കാണും. എനിക്കെന്തോ അത് 2 മണിക്കൂർ സംസാരിച്ച പോലെയാ തോന്നിയത്. പ്രസംഗം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി. സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. താങ്കളുടെ അച്ഛൻ രാജേഷ് പൈലറ്റ് മൾട്ടി ഡയമെൻഷണൽ വ്യക്തിയാണ്. അദ്ദേഹം കാശ്മീരിലും തന്റെ ഇൻട്രസ്റ്റ് കാണിക്കും, പഞ്ചാബ് ടെററിസത്തിൽ കാണിക്കും, പിന്നെ നോർത്ത് ഈസ്റ്റ്, പിന്നെ എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം PM ആവുന്ന ഒരു സ്വപ്നവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. താങ്കൾക്കുള്ളിലും അതുപോലെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഏത് പദവിയാണെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചേ കിട്ടൂ. ആർക്ക് എന്ത് സ്ഥാനം കിട്ടുമെന്നൊരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. നമ്മുടെ കടമ നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് 23-24 വർഷം കഴിഞ്ഞു. എനിക്ക് പ്രവർത്തിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ജയിക്കണമെന്ന വാശിയും എപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ മനസ്സ് പറയും അത് നേരായും കൃത്യതയോടെയും ചെയ്യണമെന്ന്, എന്നിട്ട് വിജയിക്കണമെന്ന്. എന്താണെങ്കിലും അതിൽ സുതാര്യത വേണം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുമ്പോൾ അതിന്റെ നേട്ടം ജനങ്ങൾക്കിടയിൽ കൂടുതൽ കാലം നിലനിൽക്കും. ഇപ്പോൾ എന്റെ അംബിഷൻ എന്താണെന്ന് വെച്ചാൽ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് അതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ശരിയാണ്, പാർട്ടിയിൽ ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ശ്രീരാമന്റെ അമ്പലത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠ ചെയ്തു. രാമനെ കാണാനായിട്ട് നിങ്ങൾ എപ്പോഴാണ് അയോധ്യയ്ക്ക് പോകുന്നേ? എപ്പോ തോന്നുന്നു അപ്പൊ തീർച്ചയായും പോവും. വേണമെങ്കിൽ പലതവണ പോവും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ആര് ക്ഷണിക്കുന്നതെന്ന് നോക്കി ഇരിക്കാൻ പാടില്ല. എപ്പോൾ പോകണം, എപ്പോൾ പോകരുത്, ഇത് മറ്റുള്ളവർ പറയാൻ പാടില്ല. കാരണം അതെന്റെ ധർമ്മമാണ്, അതെന്റെ പൂജയാണ്, അതെന്റെ അടയാളമാണ്, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ എപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. ദൈവം വിളിച്ചാൽ തീർച്ചയായും ഞാൻ പോവും. പിന്നെ ഇതിൽ എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, ഈ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതായത് ശ്രീരാമനില്ലാതെ പ്രകൃതിയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ശ്രീരാമൻ ഒരു ക്ഷേത്രത്തിലോ ഒരു മന്ദിരത്തിലോ അല്ല ഉണ്ടാവുക. ശ്രീരാമൻ നമ്മുടെ സ്വന്തമാണ്, നാം ശ്രീരാമന്റെ സ്വന്തമാണ്. ഈ കാര്യം വെറുതെ എന്തിനാണ് വിവാദമാക്കുന്നത്? പക്ഷേ സച്ചിൻ, നമ്മുടെ ഒരു ദിവസം ശ്രീരാമജപത്തിലാണ് തുടങ്ങുന്നത്. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. താങ്കളുടെ അച്ഛൻ ആരെ കണ്ടാലും രാം രാം എന്നാണ് ആദ്യം പറയാറ്. ഞാനും പറയാറുണ്ടല്ലോ. ആരെങ്കിലും ഞാൻ ചെന്ന്
മീറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഗ്രാമത്തിലൊക്കെ കാണാനായി ചെല്ലുമ്പോൾ രാം രാം എന്ന് പറഞ്ഞാണ് ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ആ രീതി തന്നെയാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കോൺഗ്രസ്സുകാർ ശരിക്കും ഈ മന്ത്രമൊന്നും ചൊല്ലുന്നില്ലെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ രാം രാം എന്നാണ് പറയുന്നത്, ഈ മന്ത്രം തന്നെയാണ് ചൊല്ലുന്നത്. ദൈവത്തെ വിളിക്കുന്നത് നല്ലതല്ലേ? എത്ര തവണ വിളിക്കുന്നോ അത്രയും നന്മയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ, യുവർ പാർട്ടി പ്രസിഡന്റ്, അവർക്കൊക്കെ ഇൻവിറ്റേഷൻ വന്നിട്ടും അവർ എന്തുകൊണ്ട് പോയില്ല? ഇതുപോലെ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയതുമാണ്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആരാണിത് കൊടുക്കുന്നത്, എന്തിനു കൊടുക്കുന്നു? അല്ല, ഇതെന്താ ശരിക്കും സർവകക്ഷി യോഗവും മറ്റോ ആണോ? ഇത് കോടതിയിൽ കാലങ്ങളോളം കേസ് നടന്ന് വലിയ വിവാദമായി, പ്രശ്നമായി. അതിനുശേഷമാണ് ഒരു വിധി വന്നിരിക്കുന്നത്. ആ വിധി എല്ലാവരും തന്നെ അംഗീകരിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ആ സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ക്ഷേത്രത്തിലേക്ക് ആരെപ്പോൾ വരണമെന്ന് ചിലർ തീരുമാനിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോ ശങ്കരാചാര്യർ ആ ക്ഷേത്രത്തിലെ ഫംഗ്ഷന് ചെന്നില്ലല്ലോ, അതിന് വേറെ കാരണമുണ്ട്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മെമ്പർ ആരാണെങ്കിലും ഏത് ക്ഷേത്രത്തിലേക്ക് എപ്പോൾ അവർ പോകണം, ഏത് കീർത്തനം പാടണം, ഏത് ഭജന പാടണം, ഇതെല്ലാം തന്നെ അവരവരാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുന്നത് ഒരിക്കലും ശരിയല്ല. അത് തെറ്റാണെന്ന് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പോകും. എന്നെ ക്ഷണിക്കുന്നയാള് മോളിലിരിക്കുന്നുണ്ട്. രാംലല്ല വിളിച്ചാൽ ഞാൻ പോകും. ആര് തടയാനാണ്? ക്ഷേത്രത്തിൽ പോകാൻ ആരും നിർബന്ധിക്കാനും പാടില്ല, തടയാനും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെ മൊത്തത്തിൽ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് മാനേജ്മെന്റ് ചെയ്ത വിധമുണ്ടല്ലോ, അത് ശരിക്കും രാഷ്ട്രീയമാക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ചില ലീഡേഴ്സിനെയൊക്കെ വിളിച്ചു. എന്നെ ആരും ക്ഷണിക്കാനൊന്നും വന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല. എനിക്ക് എപ്പോൾ പോകാൻ തോന്നുന്നു അന്ന് ഞാൻ പോകും. അങ്ങനെ എനിക്ക് പോകണമെന്ന് തോന്നിയാൽ എന്നെ ആര് തടയാനാണ്? കോൺഗ്രസിൽ ധാരാളം ലീഡേഴ്സ് ഉണ്ടല്ലോ. പ്രമോദ് കൃഷ്ണനുണ്ട്, അവരൊക്കെ പോയിരുന്നു. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ഈ ഇൻവിറ്റേഷനെ തള്ളിക്കളഞ്ഞ് ശ്രീരാമനെ അപമാനപ്പെടുത്തിയെന്ന്. ഇതിൽ ശരിക്കും രണ്ട് ഒപ്പീനിയൻസ് വരും. ഇഷ്ടപ്പെട്ടു എന്നും പറയും, ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും. ഞാൻ വീണ്ടും പറയാണ്, ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അവർ ശരിക്കും പോർട്രേ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഇവർക്കിത് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്കതിൽ വിഷമമുണ്ട്, അങ്ങനെയൊന്നുമില്ല. ആരാണെങ്കിലും ഇപ്പം എന്താ, ഞങ്ങളിത് വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ശരിക്കും എൻ്റെ പേഴ്സണലാണ്. ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതായത് ഇതെൻ്റെ സ്വന്തം കാര്യമാണ്. പക്ഷേ ഈ ഇൻവിറ്റേഷൻ എന്നത്, അതായത് ഈ ഇൻവിറ്റേഷൻ കൊടുത്ത വിധമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മാത്രമല്ല അവർ തന്നത്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ ചായ്വുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് തിരസ്കരിച്ചത്. ഇപ്പൊ ഞാൻ പറയാം, സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോയിരുന്നു, അമിതാഭ് ബച്ചൻ പോയിരുന്നു, ആലിയ ഭട്ട് പോയിരുന്നു, കത്രീന കൈഫ് പോയിരുന്നു. ഇവര് പൊളിറ്റീഷ്യൻസ് ആണോ? അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് പലരും, ഈ രാജ്യത്തെ പലരും, എന്തിന് കോടിക്കണക്കിന് ആളുകൾ അമ്പലത്തിൽ പോയിട്ടില്ല, ക്ഷേത്രത്തിൽ അന്ന് പോയിട്ടില്ല. അവരൊക്കെ യുക്തിവാദികളാണോ? ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ഇത്രയും പേർ കൂടി ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇൻവിറ്റേഷൻ വന്നിരുന്നോ? എനിക്കും വന്നില്ല. പക്ഷേ ആലിയ ഭട്ടിനും രൺബീർ കബീറിനും പോയി. യഥാർത്ഥത്തിൽ അവരൊന്നും നമ്മളെക്കാളും വലിയ പലർക്കും ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ടല്ലോ. സോ എന്നാ നിങ്ങൾ തന്നെ പറയൂ, ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതാര് തയ്യാറാക്കിയതാ? ഇവിടെയുള്ളവർക്കാർക്കും യോഗ്യതയില്ലെന്നാണോ? ഇനിയെങ്കിലും പറയൂ, എന്തിനാണ് ഈ പക്ഷഭേദം കാണിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കണം, ആക്ടർ ആയിരിക്കണം, പോപ്പുലർ ആയിരിക്കണം, പിന്നെ രാമഭക്തരായിരിക്കണം. രണ്ട് കാര്യം ഉണ്ടായിരുന്നു സച്ചിൻ. 4500 സന്യാസിമാർ, പിന്നെ വ്യത്യസ്ത ഫീൽഡുകളിൽ ആരൊക്കെ അച്ചീവ് ചെയ്തോ അവരെല്ലാം. അന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം താങ്കൾ നോക്കിയാൽ ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ദിവസവും 2-3 ലക്ഷം പേർ പോകുന്നെന്ന്. രജത് സാർ, ആ ക്ഷേത്രം മാത്രമല്ല, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. വൈഷ്ണവി ദേവിയുണ്ട്, തിരുപ്പതിയുണ്ട്, എല്ലാരും പോകുന്നുണ്ടല്ലോ. ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ടോ? ടൈം കിട്ടിയാ പൊയ്ക്കോ. ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ദേ ഇവിടെ ഞാനും ഉണ്ട്. എന്നെ വിളിച്ചില്ല, നിങ്ങൾക്ക് വന്നു കാണും, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഞാൻ പറയാൻ വന്നത് ഒരു കാര്യം മാത്രമാണ്. ഇരുന്നു കൊണ്ട് ഈ മാർക്കിടുന്ന പരിപാടി ഉണ്ടല്ലോ, വിളിക്കണം, വിളിക്കണ്ട, വിളിക്കണ്ട, വിളിക്കണമെന്ന്, ഇത് തെറ്റാണെന്നാണ് പറയുന്നത്. അതിരിക്കട്ടെ, രാഹുൽ പോകുമോ ഇല്ലയോ? എന്തുകൊണ്ട് പോവില്ല? തീർച്ചയായിട്ടും പോകും. അദ്ദേഹത്തിന് തോന്നുമ്പോൾ പോകും. ആര് തടയാനാണ്? പക്ഷെ പറഞ്ഞിട്ടുള്ളൊരു പോക്കുണ്ടല്ലോ, ആദ്യം ക്യാമറാമാൻ ഫോൺ ചെയ്ത്, അതായത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. വേറെ രീതിയിലും പോകുന്നുണ്ട്. രാഹുൽ സാർ എങ്ങനെയാണ് അമ്പലത്തിലേക്ക് പോകുന്നെന്നുള്ള ഫോട്ടോ വേണമെങ്കിൽ കാണിക്കാം. ആയിക്കോട്ടെ.
നിൽക്കൂ ഒരു മിനിറ്റ്. ഇതൊക്കെ പറയാൻ വളരെ ഈസിയാണ്. രജത് സർ, അദ്ദേഹം പറയാതെങ്ങും പോകില്ല. അദ്ദേഹം ഇത് ഞാൻ തന്നെയാണ് വിശദമായിട്ട് പറയുന്നത്. ഞാൻ പറയാം. എവിടെ പോയാലും ഞാൻ അല്ല, അല്ല, publicity ചെയ്യാറില്ല. സൈലന്റ് ആയിട്ട് പോയിട്ട് സൈലന്റ് അല്ല, ആയിട്ട് നിങ്ങൾ വരുമെന്ന്. പറയുന്നത് ശരിയാ, പക്ഷേ ഇതൊരു ശീലമായി മാറിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം പോയില്ലെങ്കിലും പരാതി ഉണ്ടാവും, പോയാലും പരാതി ഉണ്ടാവും. അല്ല, അദ്ദേഹം ശരിക്കും എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം അതിനുള്ള സാഹചര്യം സ്വയം ഉണ്ടാക്കിയതല്ലേ. പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട്, ഇത് എന്റെ വ്യക്തിപരമാണെന്ന് പറയുന്നതൊക്കെ വളരെ ഈസിയുള്ള കാര്യമാണ്. ഞാൻ പോകുമ്പോൾ ആരോടും പറയാറില്ലെന്ന് പറയും, പക്ഷെ താങ്കൾ തന്നെ കണ്ടോളൂ. അദ്ദേഹം ഷോ കാണിക്കുകയാണെന്ന് ഞാൻ പറയില്ല, അതുപോലെ തോന്നുന്നു. അല്ല, ഈ ഫോട്ടോസ് എന്താ കാണാൻ ഭംഗിയില്ലേ? വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് നല്ല കാര്യമല്ലേ? പിന്നെ ഇതിനെന്തിനാ കുറ്റം പറയുന്നത്? പക്ഷേ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഗാന്ധിജി ഈ രാജ്യത്തെ ഒരു ദേശീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഫംഗ്ഷനും രഘുപതി രാഘവ രാജാറാം എന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹം റാം റാം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കും ഹേറാം എന്നായിരുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ഏത് പരിപാടിയാണെങ്കിലും രഘുപതി രാഘവ രാജാറാം എന്നാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു വന്നാൽ അദ്ദേഹത്തെപ്പോലൊരു മഹാൻ ഈ ലോകത്ത് എവിടെയും ഉണ്ടാകില്ല. ഈശ്വര അല്ലാ തേരാ നാം. മനോഹരമായിട്ട് പറഞ്ഞു. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെന്താണ് കാരണം? ഇപ്പോഴത്തെ സിറ്റുവേഷനുമായി അത് യോജിക്കുന്നില്ല. പക്ഷേ ഈ നാട് എല്ലാവർക്കും സ്വന്തമാണ്. ജനങ്ങളും അത് മനസ്സിലാക്കണം. ഇവിടെ മതഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. പറഞ്ഞു വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിവിഷൻസ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവൻ, പണക്കാരൻ, സിറ്റി, വില്ലേജ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ഇൻക്ലൂഡിംഗ് ഇവരെ പോലെയുള്ള പത്രപ്രവർത്തകർ എല്ലാവരും ചേർന്ന് പരിശ്രമിക്കണം. നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. നമ്മളെല്ലാവരും നമ്മളെ തമ്മിൽ വേർപിരിക്കുന്നവരെ നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ നാടിനുള്ളിൽ ജാതി, മതം, വേദങ്ങൾ, ഭാഷകൾ, ലിവിംഗ് സ്റ്റൈൽ, ആഹാരം എല്ലാം വ്യത്യസ്തമായിട്ടാണുള്ളത്. എല്ലാം വെവ്വേറെയാണ്. ഈ തീയിൽ എണ്ണയൊഴിച്ചാൽ അത് കത്തി ആളിപ്പടരും. ഇവരെയെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ലീഡേഴ്സ് വരണം, നല്ല പത്രക്കാർ വരണം. ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഒരുമിച്ച് ചേർക്കണം. അതോടൊപ്പം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ അടുത്ത് വെവ്വേറെ ഭാഷകളുണ്ടെന്നുള്ളതാണ്. വെവ്വേറെ രീതികളുമുണ്ട്. എന്നാലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇത് നമ്മുടെ രാജ്യമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ പോലും, അതായത് എന്നെ വേറെ കാണുന്നു, എന്റെ ജാതി നോക്കുന്നു, എന്നെ അകറ്റി നിർത്തുന്നു, ഒഴിവാക്കുന്നു, അതൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതൊരു പാർട്ടിയോ നേതാവോ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഇതെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നടക്കൂ. നമ്മുടെ നാട് മുന്നേറൂ. ഒരു ദിവസം നമ്പർ 1 ആയി തല ഉയർത്തു. നമ്മൾ തന്നെ ഒരു സെക്ഷൻ ഉണ്ടാക്കി നീ മുന്നിപ്പോ, നീ പുറകെ നിൽക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. നമ്മുടേതൊരു മഹാരാജ്യമാണ്. ഇവിടെ പുതിയ പാർട്ടികൾ വരും, പോകും, എല്ലാം ചെയ്യും. പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും എപ്പോഴും ഒരുമിച്ച് നിൽക്കണം. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. താങ്കളുടെ പാർട്ടിയിൽ നിറയെ ലീഡേഴ്സ് ഇല്ലേ? പക്ഷെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. ആദ്യത്തെ കംപ്ലൈന്റ് അശോക് ഗെഹ്ലോട്ടാണ് പറഞ്ഞത്. രാജസ്ഥാനിൽ നിന്ന് കല്ല് ഞങ്ങൾ അയച്ചിരുന്നു, ഞങ്ങളുടെ ഗവൺമെന്റ് അമ്പലത്തിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ല? അതെ, ഞാനിപ്പോ പറഞ്ഞതല്ലോ, ഇൻവിറ്റേഷൻ വന്നില്ലെന്ന് പറഞ്ഞാൽ വന്നില്ല. അവരത് കുറവായിട്ട് പറയുന്നു. പക്ഷേ ഇതിലെ സത്യം എന്താണെന്ന് വെച്ചാൽ, രാജസ്ഥാനിൽ നിന്ന് കല്ലുകൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം ശരിയാണല്ലോ. അവർ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ആരെങ്കിലും ഡൊണേഷനോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ റെക്കോർഡ്സിലുണ്ടാവും. ആ പ്രശ്നമൊന്നുമില്ല. മറ്റൊരു ലീഡറും ഉണ്ട്, ആചാര്യ പ്രമോദ് കൃഷ്ണ. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡേഴ്സ് വിക്രമാദിത്യൻ വേതാളം കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് വിക്രമാദിത്യന്റെ തോളിൽ വേതാളം തൂങ്ങിക്കിടക്കുന്നില്ലേ, ആ വേതാളമാണ് പോകാൻ സമ്മതിക്കാതെ തടയുന്നതെന്ന്. അല്ല, നോക്കൂ, പാർട്ടിയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തന്നെ ഈ ഒരു നല്ല ദിവസത്തിൽ ഇവിടെ ഒരു നല്ല കാര്യം നടന്നിരിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ്, വേറെ ഒരു പാർട്ടിക്കും ഇത് ചെയ്യാൻ കഴിയില്ല. അതായത് കോടതിയുടെ അനുമതി അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ഒരുമയോടെയാണ് നിൽക്കുന്നത്. ഏത് പാർട്ടിയാണോ ഇതിനുവേണ്ടി പ്രയത്നിച്ചത്? കോടതിയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നു. അവിടെ നടന്ന ആരോഗ്യപരമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലെടുത്ത തീരുമാനമാണിത്. അതുകൊണ്ടൊരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും അതിൽ പങ്കുചേരുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ കടമയാണ്. വോട്ട് ബാങ്കായി മാറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യം നേരായതായിരിക്കും. എന്താണ് പറഞ്ഞു വരുന്നത്? ഇതുകൊണ്ട് BJPക്ക് വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടുന്നത് അവിടെ ഇരിക്കട്ടെ, വോട്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഇവർ ശ്രമിക്കുന്നുണ്ട്. ചിലർ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ അമ്പലം ശാസ്ത്രം അനുസരിച്ചല്ല കെട്ടിയതെന്ന്, പൂർണ്ണതയില്ലാതെയാണ് കെട്ടിയിരിക്കുന്നതെന്ന്. ഈ അമ്പലത്തിനുള്ളിൽ ആരും പോകില്ല, ഈ അമ്പലം ശരിയല്ല. അവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ.
താങ്കൾ അവർക്കും മനസ്സിലാക്കി കൊടുക്ക്. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാൻ കഴിയും. അത് ചില സമയത്ത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അവർ ഇങ്ങനെയൊക്കെ പറയുന്നു. അത് ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പക്ഷേ ഏത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ എനിക്കത് ഇഷ്ടമല്ലെന്നേ പറയൂ. അതുമാത്രമല്ല, സെൻ പട്രോസെ പോലുള്ള ആൾക്കാരും ഉണ്ട്. ക്ഷേത്രം എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്? ഹോസ്പിറ്റൽ നിർമ്മിക്കാമായിരുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടേതൊരു മഹാരാജ്യമാണ്. ഒരുപാട് രീതികളുണ്ട് ഇവിടെ. ഇന്ന് ഞാൻ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ലീഡറാണ്. ഞങ്ങളുടെ പാർട്ടിക്കും ചില രീതികളുണ്ട്, ചില അജണ്ടകളുണ്ട്, ചില ഐഡിയാസുമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് പ്രവർത്തകരും ഒരുപാട് നേതാക്കന്മാരുമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡ് എന്താന്ന് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഇതുപോലൊക്കെ പറയുമ്പോൾ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഒരു മൂവ്മെന്റ് ആയി നിന്നിട്ടുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് വളരെ നന്നായിട്ട് അറിയാം. സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതിനു ശേഷം, അങ്ങനെ പല വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി ഇതിൽ ഇൻവോൾവ് ആയതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യവുമായി രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് വന്നിരുന്നു. പിന്നീട് നരസിംഹറാവു. അതായത് കാലങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയണ, ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ പറഞ്ഞു പോകുന്നു. പറഞ്ഞതിനു ശേഷം പിന്നീട് മൗനമായി ഇരുന്നാലും ആ സമയം നോക്കി ചില മീഡിയാസ് വന്ന് ആ സംഭവത്തെ പൊക്കിയെടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്ത് വഷളാക്കും. അതേസമയം BJP-കാരനാണ് എന്തെങ്കിലും പറയുന്നതെങ്കിൽ, സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല ഇല്ല ഇല്ല, അവര് എങ്ങനെ പറയുമെന്നറിയോ? ഏതെങ്കിലും ഒരു ലീഡർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊന്നില്ലെന്ന് ആണയിട്ട് അവർ പറയും. ശരി, പോട്ടെ, താങ്കളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ മനസ്സിൽ നിന്നും ഈ കാര്യങ്ങൾ മറന്നേക്ക്. അതായത് മീഡിയ ആരെയും ഭയന്നോ പേടിച്ചോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കുക, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പറയുന്നെന്ന് വെച്ചാൽ, ഇവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പബ്ലിഷ് ആകും. അതുകൊണ്ടാണ്. വേറെ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞാൽ അത് കാണിക്കില്ല. നിങ്ങൾ കാണിക്കുമല്ലോ അല്ലേ? കോൺഗ്രസിനെ പറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ സച്ചിൻ പൈലറ്റ് ആണ് ഇരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരല്ലേ ബാബരി മസ്ജിദിന്റെ പൂട്ട് തുറന്നത്? അതും അവർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഇന്ന് അത് BJP-ക്കാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് ഇതിന് ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. അതിനുശേഷം പല സംഭവങ്ങളും നടന്നു. കോടതി വിധി വന്നു. ഇപ്പോ നിങ്ങള് ഈ ക്രെഡിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതില് ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മറക്കണം. വിവാദങ്ങൾ അവസാനിപ്പിക്കണം. ഹിന്ദു മുസ്ലിം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. കാരണം ഇത് കോടതി വിധിയാണ്. ക്ഷേത്രവും നിർമ്മിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഭക്തിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അന്നത്തെ കാലത്ത് ആരെന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നും പറഞ്ഞ് വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പറയുന്നത് വെച്ചാൽ, കോൺഗ്രസിലുള്ള വലിയ വലിയ ലീഡേഴ്സ്, അതായത് ഉദാഹരണത്തിന് കമൽനാഥ് ഉണ്ട്, ദിഗ് വിജയ് സിംഗ് ഉണ്ട്, ഇവരെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, പൂട്ട് ഞങ്ങളാണ് തുറന്നത്, കോൺഗ്രസിന്റെ പീരീഡിലാണ് പ്രക്ഷോഭങ്ങൾ നടന്നത്. പക്ഷെ ക്രെഡിറ്റ് ഒക്കെ BJP-ക്ക് പോകുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനു മുമ്പും പലതും നടന്നിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും സംസാരിക്കണ്ട. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ, ആരാണെങ്കിലും ഇപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിലേക്ക് പോകണം. നാടിന്റെ മുന്നേറ്റത്തിൽ ശ്രദ്ധയൂന്നണം. ആരെന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പുറകോട്ട് പോകും. മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സച്ചിൻ പൈലറ്റ് വാദിക്കുന്നതാണ്. ഭഗവത് മാൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസും അതിന് ഉത്തരം നൽകുന്നുണ്ട്, ഒരു ജോക്കർ ഉണ്ടായിരുന്നെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അടുത്തോ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്തോ സംസാരിച്ചിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണാവോ ചോദിക്കാൻ പോകുന്നത്? ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഈ ചോദിച്ചതൊക്കെ പോരെ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ അതിഥി കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റ് ആണ്. നിങ്ങളുടെ കോടതിയിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സച്ചിൻ, താങ്കൾ പാർട്ടിയുടെ ലീഡറാണ്. പക്ഷേ പലരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, രാജ്യത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാ ശക്തികളും ന്യായയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ഇലക്ഷനെ പറ്റി ഒരു ടെൻഷനും ഇല്ലേ? നോക്കൂ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ യാത്രയുണ്ടായിരുന്നല്ലോ, രജത് സാർ. അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ
ഒരു ലീഡറും എത്ര വലിയ ലീഡറാണെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു യാത്ര പോയിട്ടില്ല. 4500 കിലോമീറ്ററാണ് അദ്ദേഹം നടന്നത്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന റെസ്പോൺസ് ഞാൻ കണ്ടതാണ്, അത്ഭുതകരമായിരുന്നു. അതോടൊപ്പം ജനങ്ങൾ ഡിമാൻഡ് ചെയ്തു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഡിമാൻഡ് ചെയ്തു, ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഒരു പദയാത്ര തീർച്ചയായും വേണമെന്ന്. സമയക്കുറവുള്ളതുകൊണ്ട് അത് ഞങ്ങൾ ഷോർട്ട് ചെയ്തു. ബസ്സിലും പോകും, നടന്നും പോകും. തന്നെയുമല്ല, യാത്ര പോകണമെന്നുള്ള തീരുമാനം പാർട്ടിയുടേതായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വോട്ട് ബാങ്കിങ്ങിനായുള്ളൊരു യാത്രയല്ല, പൊളിറ്റിക്കൽ ആംഗിളിലല്ല. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതിലും ആ മെസ്സേജ് ഉണ്ട്. നിങ്ങൾ പല സ്ഥലങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ആരും കേൾക്കാൻ വരില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ട്, അതിൽ വിഷമിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നടന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പലരും പലതരത്തിൽ പീഡനത്തിനിരയായി. അവിടെ വയലൻസ് നടന്നു, മർഡർ, ബലാത്സംഗം, അങ്ങനെ പലതും സംഭവിച്ചു. അതുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, അവർക്ക് മരുന്ന് കൊടുക്കാൻ, ആരാണെങ്കിൽ എന്താണ്, ലേഡീസ് ആയാലും ശരി അല്ലെങ്കിൽ കർഷകരായാലും ശരി, അവർക്കെല്ലാവർക്കും ന്യായം കിട്ടണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഓപ്പോസിഷനിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നെ സമ്മറിലാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. സോ ജനുവരി മുതൽ മാർച്ച് വരെ ഒരു 50 ദിവസത്തേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി രാഹുൽ ഗാന്ധിയും കൂട്ടരും പോകുന്നുണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റാണുള്ളത്? തന്നെയുമല്ല, ഈ യാത്ര പോകണമെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ആദ്യത്തെ യാത്ര സക്സസ് ആയിരുന്നു. ജനങ്ങൾക്കിടയിൽ ഒരു ഉത്സാഹമുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇലക്ഷനിൽ കർണാടകത്തിൽ വിജയിച്ചു, മധ്യപ്രദേശിൽ പരാജയപ്പെട്ടു. ഇതൊക്കെ സാധാരണയാണ്. എന്നാൽ പൊളിറ്റിക്സിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിക്കും നേട്ടമുണ്ടാകും, നാടിനും നേട്ടമുണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള സമയങ്ങളിൽ താങ്കൾ നിറയെ ഓപ്പോസിഷൻസിന്റെ കൂടെ അലയൻസ് വെച്ചിട്ടുണ്ട്. എപ്പോൾ സീറ്റ് ഷെയറിംഗിന്റെ ഡിസ്കഷൻ നടക്കുന്നുവോ അപ്പോൾ വാദപ്രതിവാദങ്ങളും വരും. പഞ്ചാബിൽ ആരുടെ കൂടാണ് അലയൻസ് വെക്കേണ്ടത്, എത്ര സീറ്റ് കിട്ടും? അപ്പോൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി, അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായി ഗാർഗെ സാറുണ്ട്. അതോടൊപ്പം തന്നെ സാർ എങ്ങനെയുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ആരധ്യക്ഷനായാലും ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട്, ഇന്ത്യ അലയൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സീറ്റ് ഷെയറിംഗ് ഇഷ്യൂസ് വരും, അത് എല്ലാ സംസ്ഥാനങ്ങളിലും വരും. അവിടെ പോയി സംസാരിക്കണം, ക്യാമ്പയിൻ നടത്തണം, ഇതൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടത്തിയേ പറ്റൂ, കാരണം ഇലക്ഷൻ അടുത്തു കഴിഞ്ഞു. ആദ്യത്തെ യാത്ര സക്സസ് ആയതുകൊണ്ട് രണ്ടാമതൊരു യാത്ര കൂടി വേണമെന്ന് പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യ അലയൻസ്, ഷെയറിംഗ്, ക്യാമ്പയിൻ, സ്ട്രാറ്റജി എല്ലാം നടക്കുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. കേട്ടത് ഭഗവൻ മാൻ CM ആണ്. അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു, അതിന് കോൺഗ്രസ് ഉത്തരം നൽകുന്നു, ഒരു ജോക്കർ ഉണ്ടായിരുന്നു എന്ന്. എന്തു പറയാനാ, അദ്ദേഹം ഒരു സംസ്ഥാനത്തെ CM ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതിനുള്ള കൗണ്ടറും വന്നു. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറയുമല്ലോ, അതുപോലെയായത്, വേറൊന്നുമല്ല. മമതാ ബാനർജി പറയുന്നു ഞാൻ ലെഫ്റ്റുകാരുടെ കൂടെ ഇരിക്കാൻ പോലും തയ്യാറല്ലെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റാണ് കോൺഗ്രസ് പാർട്ടിയെ നടത്തുന്നത്. അല്ല, ഞാൻ ഈ അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കില്ല. മമതാജി വലിയ ലീഡറാണ്, ഇപ്പോഴും അവിടുത്തെ CM-ഉമാണ്. തന്നെയുമല്ല, അവർക്ക് ബംഗാളിൽ വലിയൊരു ഇമേജ് തന്നെയുണ്ട്. എന്നാൽ ഇന്ത്യ അലയൻസിൽ എല്ലാവരും തുല്യരാണ്. ബംഗാളിലെ സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരും. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ അലയൻസിന്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, ആ പാർട്ടികളുടെ എല്ലാം വോട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് നോക്കിയാൽ 50% മുകളിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ NDA പാർട്ട്നേഴ്സിനും 35ക്ക് താഴെയേ ഉള്ളൂ. അതുകൊണ്ടാണ് BJP ഭയക്കുന്നത്. ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് മത്സരിച്ചാൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ യൂണിറ്റിയെ കണ്ട് അവർ ഭയക്കുന്നത്. ഞങ്ങളുടെ സീറ്റ് ഷെയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ റീജിയണൽ പാർട്ടികൾക്കും പ്രാധാന്യമുണ്ട്. അതായത് ബംഗാള്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ബീഹാർ. എന്നാൽ ക്യാപിറ്റൽ ലെവലിൽ, പാൻ ഇന്ത്യ ലെവലിൽ BJPക്ക് നാഷണൽ ലെവലിൽ ചാലഞ്ച് കൊടുക്കണമെങ്കിൽ കോൺഗ്രസിനെ കഴിയൂ. അതുകൊണ്ട് ചില ഗിവ് ആൻഡ് ടേക്ക് നടക്കുക തന്നെ ചെയ്യും. സീറ്റ് ഷെയറിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, അതൊക്കെ ഞങ്ങൾ നോക്കും. കാരണം ഈ ഇലക്ഷനിൽ ജയിച്ചേ പറ്റൂ. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഡെമോക്രസിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി വരണം, എങ്കിലേ ഇവിടെ ജനാധിപത്യം വിജയിക്കൂ. അതുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് ഒരേ ആദർശവുമായി ഫോം ചെയ്തിരിക്കുന്നത്. എത്രയും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റിലാവും, സീറ്റ് ഷെയറിംഗും നടക്കും. സമയം വളരെ കുറവാണെന്ന് താങ്കൾ പറയാൻ പാടില്ല. കാരണം ആരാണ് CM ആകാൻ പോകുന്നത്, ആരാണ് PM ആകാൻ പോകുന്നത് എന്നുള്ള തീരുമാനം നിങ്ങളുടെ അലയൻസിൽ എടുത്തിട്ടില്ല. അല്ല, അതായത് ബന്ധുക്കളെല്ലാം എത്തി, പക്ഷെ കല്യാണ ചെറുക്കനെ കാണാനില്ല. അല്ല, അതായത് ആദ്യം തന്നെ തീരുമാനമെടുത്തതാണ്. നമ്മൾ
ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആർക്ക് എന്തൊക്കെ സ്ഥാനമാണെന്ന് അവസാനമേ തീരുമാനമെടുക്കും. ആദ്യം എല്ലാവരും ഒരുമിക്കണം. രജത് സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതത്ര എളുപ്പമല്ല. എന്നിട്ടും ഒരുപാട് പാർട്ടികൾ ഒരുമിച്ച് ചേരുന്നു. ഓരോരുത്തരും ഓരോ ടൈപ്പാണ്. വാഗ്വാദങ്ങൾ ഉണ്ടാകും, വലിയ വഴക്കുകൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു രാജ്യത്തെ ഇത്രയും രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് ചേർക്കുന്നത് ചെറിയ കാര്യമല്ല. അതിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇത് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് രൂപം കൊണ്ടത്. പിന്നെ എനിക്കറിയാവുന്നിടത്തോളം ഈ അലയൻസ് കൃത്യമായി രൂപം കൊള്ളുകയാണെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു നല്ല ഇലക്ഷൻ തന്നെ നടക്കും NDAക്കെതിരായിട്ട്. അതോടൊപ്പം NDAയുടെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അകാലിദൾ ആയിക്കോട്ടെ, ശിവസേന ആയിക്കോട്ടെ, പിന്നെ JDU, ഇവരെല്ലാം തന്നെ BJPയിൽ നിന്ന് അകന്നു കഴിഞ്ഞു. തനിച്ചിവിടെ നിന്ന് ജയിക്കാമെന്നൊക്കെയാണ് അവരുടെ തീരുമാനം. ഇലക്ഷൻ വന്നാൽ എല്ലാം പുറത്തു വരും. ഞങ്ങൾ ഇഷ്യൂസിലെല്ലാം പോരാട്ടം നടത്തുമെന്ന് താങ്കൾ പറയുന്നു. 9 വർഷമായിട്ട് ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ തലച്ചോറിലുകൊണ്ട് അതാണ് അഡാനി. അദ്ദേഹം പറയുന്നു മോഡി അഡാനിക്ക് എയർപോർട്ട് കൊടുത്തിരിക്കുന്നു, നിലം കൊടുത്തിരിക്കുന്നു, നിറയെ ഫേവർ ചെയ്യുന്നു, പോർട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി റിവന്ത് റെഡ്ഡി, അദ്ദേഹം തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്. ഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യത്തെ എഗ്രിമെന്റ് ഒപ്പിട്ടത് അഡാനിയോടൊപ്പമാണ്. 12,400 കോടിയുടെ. ഏതെങ്കിലും ഒരു തൊഴിലധിപനോ ഇൻഡസ്ട്രിയലിസ്റ്റോ അവർ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിലോ ബിഡിങ്ങിലോ ക്വാളിഫൈ ആയി വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അത് സ്വീകരിക്കും. അങ്ങോട്ട് വന്നാൽ നല്ലതല്ലേ? അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റിവെച്ചിട്ട് നിങ്ങൾ മറ്റു പല കുറുക്ക് വഴികളിലൂടെയും ഒരാൾക്ക് തന്നെ എല്ലാം കൊടുക്കണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ, അതുപോലെ മറ്റു 2 പേർക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ, ഇതെല്ലാം നാടിന്റെ സ്വത്താണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നത് നല്ലത് തന്നെയല്ലേ? ഞങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം. ട്രാൻസ്പെറന്റായി ജോലി നടന്നാൽ. രാജസ്ഥാനിൽ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ഉണ്ടായിരുന്നത്? 25,000 കോടി രൂപയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അശോക് ഗെഹ്ലോട്ടിന്റെ അല്ല രജത് സാർ, അത് അങ്ങനെയല്ല. ചെയ്താൽ ശരിയാണ്. അല്ല, അങ്ങനെയല്ല. 1 lakh crore നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. പക്ഷേ ആദ്യം ബിഡിംഗ് നടക്കണം. നിങ്ങൾ ക്വാളിഫൈ ആകൂ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യൂ, ഇൻവെസ്റ്റ് ചെയ്യൂ, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ അഡാനി വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ലഭിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പക്കൽ എല്ലാത്തിനും കണക്കുണ്ട്, എല്ലാം കോമ്പറ്റേറ്റീവ് ബിഡിങ്ങിലാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന്. പക്ഷേ രാഹുലിന് എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ചില സംഭവങ്ങൾ നടന്നിരുന്നു, അതിൽ ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. നോക്കൂ, എല്ലാം നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ ബിഡിംഗ് പ്രോസസ് വേറെ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്യില്ലേ? BJPക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ നമ്മളിത് സംസാരിച്ചേ പറ്റും. ഇത് കേൾക്കുന്നവർക്ക് ഒരു ഡബിൾ സ്റ്റാൻഡിംഗ് തോന്നും. താങ്കൾ 9 മാസമായിട്ട് തുടർന്ന് അംബാനി അഡാനിയെ വഴക്ക് പറയും, എന്നിട്ട് കോൺഗ്രസ് ഗവൺമെന്റിലുള്ള കോൺട്രാക്റ്റും കൊടുക്കും. ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ജോലി ചെയ്യാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അവരത് തീർച്ചയായും അംഗീകരിക്കണം. നോൺ ട്രാൻസ്പെറന്റ് ആയി ചെയ്യുകയാണെങ്കിൽ, അത് കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ശരി, അതിലും എൻക്വയറി നടത്തണം. എന്റെ അഭിപ്രായത്തിൽ എല്ലാം സുതാര്യമായി നടക്കണം. എവിടെയെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ കോടതിയിൽ കേസിന് പോകുന്നു, എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാനിടയായാൽ, അത് നമ്മൾ അനുവദിച്ചുകൂടാ. ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും. എന്തിനു പേടിക്കണം? ഞങ്ങൾ UPA ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നും എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിക്കും. ക്രോണിക് ക്യാപിറ്റലിസം, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. 10 വർഷമായി BJP ആണ് ഇവിടെ ഭരിക്കുന്നത്, ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. 2G സ്കാം, CIG സ്കാം, ഇനിയും എന്തൊക്കെയോ സ്കാം ഉണ്ടായിരുന്നു, ഒന്നും പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളാണ് ഇവിടം ഭരിക്കുന്നത്, ജനങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നൽകണം, അതാണ് ശരി. എനിക്കാരെയും കുറ്റക്കാരനാണെന്ന് പറയാനാവില്ല. നിങ്ങളാണ് ജഡ്ജ്, എനിക്ക് അവരോട് ചോദിക്കാൻ മാത്രമേ കഴിയൂ. ഓപ്പോസിഷനിൽ ഇരുന്നുകൊണ്ട് ഇതുപോലും ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ എല്ലാവരെയും പാർലമെന്റിൽ നിന്നും പുറത്താക്കുന്നു. ചോദ്യം ഉന്നയിച്ചാൽ ഞങ്ങൾ രാജ്യദ്രോഹികളാവും. ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയും. പാർലമെന്റിൽ ഞങ്ങളിൽ ഒരാൾ ചോദ്യം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട. നോക്കൂ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ ഗവൺമെന്റ് നേരിട്ട് മറുപടി പറഞ്ഞാൽ മതി, പ്രശ്നം അവിടെ വെച്ച് തന്നെ തീരും. പക്ഷെ അത് മാറ്റിവെക്കുന്നത്, വൈകിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കമൽനാഥ് സർ ബജ്രംഗ് ബലിക്ക് ശില വെച്ചു. സിദ്ധരാമയ്യ രാമന് വേണ്ടി അമ്പലം പണിതു. പിന്നെ കെജ്രിവാൾ അയ്യ ഹനുമാൻ സാലിസായെ പറ്റി പഠിപ്പിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അയ്യക്ക് രാമന്റെ പേര് പറയാൻ വല്ല പ്രശ്നം? ഇത് വലിയൊരു പ്രശ്നമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കോ ആരെയോ ഇഷ്ടമല്ല. ഓരോരുത്തർക്കും അവരുടെ ഭക്തിയും അവരുടെ ധർമ്മവും പൂജയും എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ചിലരെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്നേ ഉള്ളൂ. ഈ ആരോപണം ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല.
ജനങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയാം. നിങ്ങളുടെ അലയൻസിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി DMK ആണ്. ആ പാർട്ടിയുടെ നേതാവാണ് സ്റ്റാലിൻ. മകന്റെ പേര് ഉദയനിധി സ്റ്റാലിൻ. മകൻ പറയുന്നു സനാതന ധർമ്മം ഡെങ്കു മലേറിയ പോലെയാണെന്ന്. ഡെങ്കുവിനെ നശിപ്പിക്കുന്നത് പോലെ സനാതനവും ഇല്ലാതാക്കണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചതാണ്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റാലിന്റെ മകൻ പറഞ്ഞ ആ കാര്യം നമ്മൾ കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ മതി. അദ്ദേഹം പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും അയാളെക്കുറിച്ചോ അയാളുടെ ഭക്തിയെക്കുറിച്ചോ അയാളുടെ ധർമ്മത്തെക്കുറിച്ചോ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തീർച്ചയായും എതിർക്കുന്നു. അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യം ആര് പറഞ്ഞാലും അത് തെറ്റാണെന്നേ ഞാൻ പറയൂ. അലയൻസിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ശത്രുവുമായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ആരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ, അതുമാത്രമല്ല സത്യപ്രതിജ്ഞ ചെയ്ത് ആരൊക്കെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ, അവർ വളരെ കരുതലോടെ ഇരിക്കണം. നിങ്ങൾ ഒരു സംസ്ഥാനത്തെ മന്ത്രിയായിരിക്കെ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പാടില്ല. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പദവിയിലിരിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ തങ്ങളുടെ വില കളയുകയാണ്. അവിടെ മറ്റൊരു MP ഉണ്ട്, സുനിൽ സെന്തിൽ, പാർലമെന്റിലാണ്. അദ്ദേഹം രാജസ്ഥാനെയും മധ്യപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും പറയുന്നത് ഇതെല്ലാം ഗോമൂത്ര സ്റ്റേറ്റ് ആണെന്ന്. ശരിക്കും അയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അയാൾ ഇങ്ങനെയൊക്കെ സുനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെന്തിൽ DMKയുടെ ഒരു പാർലമെന്റ് മെമ്പറാണ്. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം അപമാനിക്കുന്നുവെന്നാണ് അർത്ഥം. അയാൾക്ക് ജനറൽ നോളജ് തീരെയില്ല. ചിലപ്പോൾ അയാൾക്ക് കൾച്ചർ അറിയില്ലായിരിക്കാം, ജീവിത രീതി അറിയില്ലായിരിക്കും. ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു സംസ്ഥാനത്തെ മാത്രം കുറ്റം പറയുന്നത് അത് അംഗീകരിക്കാനാവില്ല. പക്ഷേ ഇതുവരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞാൻ ചോദിച്ചതുകൊണ്ടല്ലേ താങ്കൾ തന്നെ പറഞ്ഞത്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തടയുവാൻ കോൺഗ്രസ് ഒരിക്കലും ശ്രമിക്കുന്നില്ല. നിങ്ങളാരും അവരോട് ചോദിച്ചില്ല, അതുകൊണ്ട് ചെയ്തില്ല. നിങ്ങൾ തമിഴ്നാട് ലീഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ അവർക്ക് ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു ചെറിയ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ അവരെ അപമാനിക്കുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിജയം കൈവരിച്ചാൽ ആ വിജയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കഠിനമായി അധ്വാനിച്ച് വേണം എത്താൻ. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരാളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഒരാളെ തരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അതിന് കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് വയ്ക്കൂ, അവരോട് മര്യാദയോടുകൂടി സംസാരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവരോട് തുറന്നു പറയൂ. അങ്ങനെ തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ചെയ്ത തെറ്റ് സമ്മതിക്കുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ആള്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. എനിക്ക് തെറ്റ് പറ്റിയെന്ന് ഓപ്പണായിട്ട് സമ്മതിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. തന്നെയുമല്ല, ഞാൻ എപ്പോഴും തെറ്റ് ചെയ്യില്ല, ഞാൻ വളരെ കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. വളരെ മനോഹരമായ ഉത്തരം നൽകി സാർ. ഇപ്പൊ തർക്കങ്ങൾ വളരെ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങൾ ഇനിയും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കേട്ടു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നേ? ധാരാളം പെൺകുട്ടികൾ ഈ ചോദ്യം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചോദ്യം നല്ല ചോദ്യമായിരുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സച്ചിൻ പൈലറ്റ് തുടർന്ന് സംസാരിക്കും. താങ്കൾ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോടോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇനിയും എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്? 1.5-2 വർഷത്തോളമായി ഇപ്പോഴും അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നുമല്ല. ഈ ചോദ്യത്തിന് താങ്കൾ ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നില്ലല്ലോ. ഇനി ഞാൻ എന്ത് മറുപടിയാണ് ഇതിന് പറയേണ്ടത്? എന്താണെങ്കിലും ചോദിക്കൂ, ഞാൻ പറയാം. ശരി, താങ്കളുടെ ഉത്തരം ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ കൂടുതൽ വലിച്ചു നീട്ടില്ല. ഇത്രയും നേരം ചോദിച്ചതൊക്കെ പോരെ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ അതിഥി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ സച്ചിൻ പൈലറ്റ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നു. സച്ചിൻ പൈലറ്റ് അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തോറ്റുപോയത് നിങ്ങളുടെ ലീഡർ പറയുന്നു നിങ്ങൾ അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം വഴക്കുണ്ടാക്കാതിരുന്നിരുന്നേൽ, രണ്ടുപേരും ചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സ്ഥിതി വരില്ലായിരുന്നു എന്ന്. നോക്കൂ, ഞങ്ങൾ 3 സ്റ്റേറ്റിലെ ഇലക്ഷനിലും തോറ്റുപോയി. അതിൽ വല്ലാത്ത വിഷമമുണ്ട്. തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതായത് MP-യിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും. രാജസ്ഥാനിൽ 2023-ൽ അവിടെ 200 സീറ്റുകളുണ്ട്. ഇത്തവണ ഞങ്ങൾ ഏകദേശം 70 സീറ്റുകളിൽ വിജയിച്ചു. നിങ്ങളും അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ കാരണമാണ് അവിടെ പ്രശ്നമെന്ന് എൻ്റെ മേൽ പഴിചാരി.
അതായത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നെന്ന് ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. സോ 2023 കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2013 200 സീറ്റിൽ ഒരാൾ മാത്രമാണ് ജയിച്ചത്. അന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതിനു മുൻപ് 50 സീറ്റ് നേടി. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തു പറയുമായിരുന്നു? ഇപ്പോൾ അഭിനന്ദിക്കില്ല, നിങ്ങൾ കാരണമാണ് വിജയിച്ചതെന്ന് അഭിനന്ദിക്കില്ല. സോ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇലക്ഷനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. പിന്നെ 30 വർഷമായി 5 വർഷം BJP, 5 വർഷം കോൺഗ്രസ്. അതുകൊണ്ട് ഈ പാർട്ടിയെ പരാജയപ്പെടുത്തണമെങ്കിൽ കഠിനാധ്വാനം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾക്കുള്ളിലും ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളത് ഇരുന്ന് സംസാരിച്ചു. ഗാർഗെ സാർ, രാഹുൽ സാർ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അടുത്ത ഇലക്ഷനിൽ നമുക്ക് വിജയിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ വോട്ട് പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ, അത് അല്പം പോലും കുറഞ്ഞില്ല. ഞങ്ങൾക്ക് 40% വോട്ടുണ്ട്. അത് BJPയെക്കാളും 1.5% മാത്രമേ കുറവുള്ളൂ. അതത്ര വലിയ പരാജയമായിരുന്നില്ല. ഞങ്ങൾ ആത്മവിശ്വാസം കൈവിട്ടില്ല. ജയപരാജയങ്ങൾ സാധാരണയാണ്. ഞങ്ങൾക്ക് 70 സീറ്റ് കിട്ടി. മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞയുടനെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നിരുന്നു, അറിയാമല്ലോ. ആ ഇലക്ഷനിൽ BJPക്ക് വേണ്ടി മത്സരിച്ച വ്യക്തിയെ നേരത്തെ തന്നെ BJP മന്ത്രിയാക്കി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 12,000 വോട്ടുകൾക്ക് കോൺഗ്രസ് ജയിച്ചു. അതായത് പബ്ലിക് 3 ആഴ്ച കൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. എന്ത് ചെയ്യാനാണ്? ആ വ്യക്തി MLA പോലും ആയില്ല, അതിനു മുമ്പേ മന്ത്രിയാക്കി. എന്നിട്ട് ഇലക്ഷനിൽ തോറ്റുപോയി. ഞങ്ങളവിടെ ക്യാമ്പയിൻ നടത്തി, എല്ലാ ലീഡേഴ്സും അങ്ങോട്ട് പോയിരുന്നു. മറ്റൊരു കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ലോക്സഭാ ഇലക്ഷനിൽ തോറ്റുപോയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ തോറ്റു എന്ന് സച്ചിനോട് ചോദിക്കണമെന്ന്. അതായത് അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹവും ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. നന്നായി പ്രവർത്തിച്ചതാണ്. അന്ന് നിർഭാഗ്യവശാൽ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അവരാണ് ശരിക്കും എന്നെ കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് അവരോട് ഞാൻ ഉത്തരം പറയാം, നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറയാം. അതായത് വിജയവും തോൽവിയൊക്കെ സർവ്വസാധാരണയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ശരിക്കും എനിക്ക് വലിയ ഷോക്കായിപ്പോയി. അത് അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സച്ചിൻ പൈലറ്റ് പാർട്ടിക്ക് ദ്രോഹം ചെയ്തിട്ട് അമിത്ഷായുടെ മടിയിൽ പോയി ഇരിക്കുകയാണെന്ന്. നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും അദ്ദേഹം പറഞ്ഞതല്ല, എന്റെ ശത്രുക്കളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. തന്നെയുമല്ല, സീസൺ അങ്ങനെയാണ്. ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്നും BJPയിൽ പോയി ചേരുന്നു. അതുപോലെ പോകുന്ന പോക്കിൽ എന്നെ കുറ്റം പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 23 വർഷങ്ങളായി എന്റെ പാർട്ടി എന്തു പറയുന്നോ അത് ഞാൻ ചെയ്തു വരികയാണ്. രാജസ്ഥാനിൽ BJPക്ക് അടി പതറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ അവിടെ അന്ന് ലീഡറായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 21 സീറ്റിൽ വിജയിച്ചു. 200 സീറ്റിൽ. ആ 21നെ 100 സീറ്റാക്കി കാണിച്ചു. പിന്നീട് 5 വർഷം കഴിഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. പിന്നെ മുഹമ്മദ് വന്നു, മോദി PM ആയി സ്ഥാനമേറ്റു, സുന്ദർജി മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് തലയുയർത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ 5 വർഷം ഞങ്ങൾ BJP ഗവൺമെന്റിനെതിരെ പോരാട്ടങ്ങൾ നടത്തി, ജാഥകൾ നടത്തി, ജയിലിൽ പോയി, അടികൊണ്ടു, രക്തം ചിന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. പാർട്ടിയെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള പ്രാപ്തിയുണ്ട്. എപ്പോഴും പാർട്ടിയാണ് ഗവൺമെന്റ് രൂപീകരിക്കുക. പാർട്ടി ഒരിക്കലും ഗവൺമെന്റ് ഉണ്ടാക്കില്ല. എല്ലാവർക്കും കുറ്റപ്പെടുത്താം. നിങ്ങളും ഒരുപാട് കുറ്റം ചുമത്തുന്നുണ്ടല്ലോ. അത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. നടത്തുന്നത് പാർട്ടിയുടെ ലീഡർ ആണെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ CM അല്ലേ പറയുന്നത്. അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ സച്ചിൻ പൈലറ്റ് പിന്നെ അമിത്ഷാ ഷെഖാവത്ത് സാറിനോടൊപ്പം ചേർന്ന് MLA-മാരെ റിസോർട്ടിൽ ഒളിച്ചു വെച്ചിരുന്നെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറ്റങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ ചുമത്താൻ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ സത്യം 18 മിനിസ്റ്റേഴ്സ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയില്ലേ? ഞാൻ കൂട്ടിക്കൊണ്ടുപോയതല്ല. ഞങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിലേക്ക് വന്നത്, ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയും അംഗീകരിച്ചു. പാർട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് അംഗീകാരം തരികയായിരുന്നു. അതിൽ ആക്ഷൻ എടുത്തു. അതുപോലെ നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ മന്ത്രിയാക്കി. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പദവി ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴേ പദവിയിലെത്താമായിരുന്നു. പക്ഷേ ചില ഇഷ്യൂസ് കാരണം ഞാനൊരു സ്റ്റാൻഡ് എടുത്തു. ഇന്നും ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു. ചില ഇഷ്യൂസ് അന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ചില ആക്ഷൻസും എടുക്കേണ്ടതായിരുന്നു. യങ്സ്റ്റേഴ്സ് ഇഷ്യൂസ്, പേപ്പർ ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്. തന്നെയുമല്ല, ഞങ്ങളുടെ ഗവൺമെന്റ് പാർട്ടി പ്രവർത്തകർക്ക് അവർ കൂടുതൽ എനർജി കൊടുത്തിരുന്നെങ്കിൽ, കൂടുതൽ അവരിലേക്ക് അടുത്തിരുന്നെങ്കിൽ ഇനിയും നല്ല റിസൾട്ട് കിട്ടുമായിരുന്നു. സച്ചിൻ സാർ, താങ്കൾ ഒരു കാര്യം മറന്നുപോയി.
CM പറയുന്നു താങ്കൾ ഒരു അയോഗ്യനാണെന്ന്, പറ്റിക്കുന്നവനാണെന്ന്. സച്ചിൻ പൈലറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വാ തുറന്ന് ഇതുവരെ അദ്ദേഹത്തിനെതിരായി ഇതുപോലെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം അതൊന്നും നല്ലതല്ല. അദ്ദേഹം എന്ത് ചെയ്തു, എന്തൊക്കെയാണ് പറഞ്ഞത്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. ഒരു കാര്യം പറയാം, ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. നേരം പുലർന്ന ഉടനെ ഇന്നലത്തേതെല്ലാം മറന്ന് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കടക്കണം. പഴയ കാര്യങ്ങൾ എങ്ങനെ വിടാൻ പറ്റും? അദ്ദേഹം പറയുന്നു വസുന്ധര രാജയാണ് എന്റെ ഗവൺമെന്റിനെ സംരക്ഷിച്ചതെന്ന്. പക്ഷെ താങ്കൾ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ലീഡർ സോണിയയാണ് വസുന്ധരയെന്ന്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അന്ന് ഞാനും സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാനും ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി, വരാനിരിക്കുന്നത് ഇലക്ഷനാണ്. ഈ കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകളയണം. കാരണം ഇത് തുടങ്ങി വെച്ചത് ഞാനാണ്. ഞാനൊരു യാത്ര നടത്തിയിരുന്നു, ഞാനൊരു പദയാത്ര നടത്തിയിരുന്നു. ജനങ്ങളെ ഞാൻ നേരിൽ കണ്ടു. പറ്റിയ സമയം വരുമ്പോൾ കറക്ഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനിടയിൽ നമ്മൾ കോൺഫിഡൻസ് വളർത്തിയെടുക്കണം. അതായത് അവരുടെ ഉള്ളിലെ സിസ്റ്റം കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭരണം നടത്തുന്നത്? അതുകൊണ്ടാണ് ഒരു കറക്ഷൻ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ ഏറ്റെടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കണം, കാരണം ഇലക്ഷൻ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇഷ്യൂസിന് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇലക്ഷനിൽ ജയിക്കണം. ആദ്യം ഇലക്ഷനിൽ ജയിച്ചിട്ട് വരാം, എന്നിട്ട് അതൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന് മത്സരിച്ചത്. ഞങ്ങൾ 70 സീറ്റിൽ വിജയിച്ചു കാണിച്ചു. വെറും 21 മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ അധ്വാനമാണ് ഇതിന് കാരണം. പക്ഷേ ഈ സീറ്റിൽ സച്ചിൻ പൈലറ്റും ജയിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ CM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു ദേശദ്രോഹിയാണെന്ന്. താങ്കൾക്കെതിരായിട്ട് ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോടതിയിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കണം, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം, അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യും. പക്ഷേ എന്നെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തി എന്റെ പേരിൽ കൊടുത്ത കേസ്, അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. അതിന് എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ? വെറുതെ ആരും ഒന്നും ചെയ്യില്ലല്ലോ. എന്തോ അവിടെ പുകഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രശ്നം വലുതാകേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിലേക്ക് വന്നത്. അവിടെ വന്ന് ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. വലിയ വാഗ്വാദം നടന്നു. നിർഭാഗ്യവശാൽ ML പട്ടേൽ ഇന്ന് നമ്മോടൊപ്പമില്ല. ആ ഇഷ്യൂവിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്ത ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അത് നടക്കുകയും ചെയ്തു. അതോടൊപ്പം താങ്കളുടെ പാർട്ടിയുടെ CM തന്നെ താങ്കളെ സർവേലൻസിൽ വെച്ചിരിക്കുകയായിരുന്നു. താങ്കളുടെ മൂവ്മെന്റ്സ് ട്രാപ്പ് ചെയ്തു, ഫോൺ ട്രാപ്പ് ചെയ്തു. ഞാനും ഇത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ തെളിവുകളൊന്നുമില്ല. പേപ്പറിൽ വായിച്ചിട്ടില്ലേ? OSD ലോകേഷ് ശർമ്മ, അദ്ദേഹത്തിന്റെ റെക്കോർഡ് തന്നെ ഉണ്ടല്ലോ. ചോദ്യം എന്താണ്? നിങ്ങൾ ഇതുവരെ അത് ചോദിച്ചില്ല. താങ്കളുടെ ഫോൺ ട്രാപ്പ് ചെയ്തതും സർവേലൻസ് ചെയ്തതും ഒക്കെ താങ്കൾക്ക് അറിയാമോ? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനിതൊക്കെ ന്യൂസ് പേപ്പറിൽ വായിച്ചറിഞ്ഞതാണ്. ഞാനത് പേപ്പറിൽ വായിച്ചപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ അടുത്ത്, സോണിയാഗാന്ധിയുടെ അടുത്ത്, രാഹുൽ ഗാന്ധിയുടെ അടുത്ത്, പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പേപ്പറിൽ വായിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പബ്ലിക്കും താങ്കളെ കുറ്റപ്പെടുത്തിയിരുന്നു, ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ ഒരാൾ എത്ര തവണ വേണമെങ്കിലും പറയും, എങ്ങനെ വേണമെങ്കിലും പറയും. എല്ലാവരോടും അതിന് മറുപടി പറയാൻ പറയുന്നതല്ലേ എല്ലാവരും പ്രധാനമായിട്ടും കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നോ ഇന്നലെ നടന്നതല്ല, 5 വർഷമായിട്ട് ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ സത്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചിന്തിച്ചത് ഒരു കാര്യം മാത്രമാണ്. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് അത് പൊളിഞ്ഞത്. എന്തായിരിക്കും കാരണം? ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം, അതിൽ ആക്ഷൻ എടുക്കണം. മറ്റുള്ളവരെ വിശ്വസിക്കാതെ പാർട്ടി മെമ്പേഴ്സിനെ വിശ്വസിക്കണം, നമ്മുടെ പ്രവർത്തകരെ വിശ്വസിക്കണം, അവർക്ക് പ്രാധാന്യം കൊടുക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. എങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ പേരിലാണ് ഞങ്ങൾ വഴക്കിടുന്നത്. അതായത് എല്ലാവരുടെയും പ്രവർത്തന രീതികളുണ്ടല്ലോ, അത് വ്യത്യസ്തമായിരിക്കും. അതിൽ അഭിപ്രായ വ്യത്യാസം വരാൻ ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ ഗവൺമെന്റിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കാര്യം പറയുക, BJPയോടൊപ്പം ചേർന്ന് താങ്കൾ അശോക് ഗെഹ്ലോട്ടിന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചുവോ? ഇല്ലയോ? ഒരിക്കലുമില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഏത് ഗവൺമെന്റിനെയാണോ തിരിച്ചു കൊണ്ടുവരാനായി പ്രയത്നിച്ചത്, അതെങ്ങനെയാണ് ഞാൻ താഴെ ഇറക്കാൻ ശ്രമിക്കുക? ആ ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഞാൻ ശ്രമിക്കൂ. താങ്കൾ CM ആകാൻ ആഗ്രഹിച്ചു, പക്ഷേ അശോക് ഗെഹ്ലോട്ട് താങ്കളെ ടോട്ടലി ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഞാൻ ഡെപ്യൂട്ടി CM ആയിരുന്നു. അതേ ഗവൺമെന്റിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്, ലീഡറുമായിരുന്നു. ഓ, ആ ഡെപ്യൂട്ടി CMനെയാണോ അദ്ദേഹം അയോഗ്യൻ എന്ന് വിളിച്ചത്? നോക്കൂ രജത് സാർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കും. മറ്റുള്ളവർ പറഞ്ഞതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നുമല്ല, ആ സമയങ്ങളിൽ താങ്കളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വസുന്ധര രാജയ്ക്കെതിരായി എൻക്വയറി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ CM അനുവദിക്കുന്നില്ല. അത് പിന്നെ അവരുടെ ഭരണസമയത്ത് നടന്ന അഴിമതിയെക്കുറിച്ചാണ് ഞാൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ഇത് മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനിത് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, എൻക്വയറി നടക്കണമെന്ന്.
പക്ഷേ എത്ര വേഗത്തിൽ ആ എൻക്വയറി നടക്കണമായിരുന്നു, അന്ന് അത് നടന്നില്ല. താങ്കൾ ഈ പേപ്പർ ലീഗ് പ്രശ്നം കൂടി വലുതാക്കിയില്ലേ? നോക്കൂ, ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടി ശബ്ദം ഉയർത്തിയില്ല എങ്കിൽ, അതുപോലെ തെറ്റുകൾ കാണുമ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ താങ്കൾ പറഞ്ഞത് കേട്ടില്ല. എൻക്വയറി നടന്നിരുന്നു, പക്ഷേ ഇലക്ഷൻ അടുത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ആ കോപ്പി ലീക്കിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ചോദ്യങ്ങളും ചോദിച്ചൊന്ന് കേട്ടു. അതിനപ്പുറം അതിലൊന്നും നടന്നിട്ടില്ല. അതിനാൽ ചെറുപ്പക്കാരായവർക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ അല്ല, പറയുന്നത്? എൻക്വയറി നടന്നിരുന്നു. അതിന്റെ പേരിൽ ഒരു പ്രത്യേക എൻക്വയറി നടന്നിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരുന്നു അന്വേഷണം നടത്തിയത്. ചിലരെയൊക്കെ അറസ്റ്റും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, ചെറിയ ചെറിയ ദല്ലാളന്മാരുണ്ടല്ലോ, അവരെ പിടിക്കുന്നതിന് പകരമായി അവരെ നിയന്ത്രിക്കുന്നില്ലേ? അതിപ്പോ എങ്ങനെയാണ് പറയുക? ശരിക്കും ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അധികാരികളായിരിക്കാം, ചിലപ്പോൾ മറ്റു പലരുമായിരിക്കാം. അവരെ വിളിച്ച് അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു പുതിയ ഗവൺമെന്റ് വന്നിട്ടില്ലേ, അവരോട് താങ്കൾ ചോദിക്കുമോ, നിങ്ങൾ ഓപ്പോസിഷനിലുണ്ട്, പേപ്പർലി എൻക്വയറി നടക്കണമെന്ന്? അതായത് ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വേരോടെ പിഴുതെറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെയുമല്ല, സ്റ്റുഡൻസിനും ഒരു വിശ്വാസം ഉണ്ടാവണം. എക്സാം പേപ്പേഴ്സ് ഒരിക്കലും ലീക്ക് ആവാൻ പാടില്ല. അതായത് സ്റ്റുഡൻസിനിടയിൽ ഒരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. അവർക്ക് ന്യായം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അവർ ആകെ കുഴപ്പത്തിലായതുകൊണ്ട് അവരെ നമ്മൾ വേണം സഹായിക്കാൻ. ഇപ്പോൾ ഇവിടെ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അവർ ഈ കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയി അന്വേഷിക്കണം. പക്ഷേ പകരം വീട്ടാനായി ഇത് ഉപയോഗിക്കരുത്. എപ്പോഴും കോൺഗ്രസിനെ മാത്രം എങ്ങനെയുണ്ടെന്നറിയാവോ? അശോക് ഗെഹ്ലോട്ട് ചില ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ താങ്കളോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, എനിക്ക് വ്യക്തിപരമായി ആരോടും ഒരു ശത്രുതയുമില്ല. എൻക്വയറി നടന്നിരുന്നു, ചിലരെയൊക്കെ പിടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ബിഗ് ഫിഷിനെയാണ് ആദ്യം നമ്മൾ പിടിക്കേണ്ടത്. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. താങ്കൾ പറ്റിക്കുന്നതായുള്ള കുറ്റങ്ങളും ആരോപിച്ചു. പക്ഷേ താങ്കളുടെ മാറ്റർ സെറ്റിലായ ഉടനെ പാർട്ടി ഹൈക്കമാൻഡ് അശോക് ഗെഹ്ലോട്ടിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, അവിടെ സ്ഥാനമാനങ്ങൾ നൽകാൻ. ഖാർഗെ പോയിരുന്നു, മാക്കൻ പോയിരുന്നു, പക്ഷേ MLA-മാരെ കാണാൻ പോലും സാധിച്ചില്ല. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ MLA-മാരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു, എന്നാൽ അംഗങ്ങൾ പങ്കെടുത്തില്ല. അതിൻ്റെ പേരിൽ അശോക് ഗെഹ്ലോട്ട് തന്നെ ക്ഷമ ചോദിച്ചിരുന്നു സോണിയ മാഡത്തോട്. മീറ്റിംഗ് തന്നെ നടന്നില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സോ ഇതിന്റെ പേരിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചു, അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് തന്നെ. തന്നെയുമല്ല, അന്ന് ആ സമയത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മാഡത്തോട് വിശദീകരിച്ച് പറയുകയും ചെയ്തു. അന്ന് വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ മീറ്റിംഗ് നടന്നില്ല എന്നതാണ്. ആ സമയത്ത് താങ്കളുടെ സപ്പോർട്ടിംഗ് MLA-മാരുണ്ടായിരുന്നില്ലേ, അവരും പോയിട്ടില്ല. നോക്കൂ, ഇതിൽ എന്റേത് നിന്റേതെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് ആണ്. എല്ലാവരും ആ സമയത്ത് പങ്കെടുത്തിരിക്കണം. ചില ലീഡേഴ്സിന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് അന്ന് നടന്നില്ല. അതുകൊണ്ട് ഇരുവിഭാഗവും നേരെ പുറപ്പെട്ടു വന്നു. അതിന്റെ റിപ്പോർട്ട്സ് കൊടുത്ത് വീണ്ടും ഡൽഹിയിലേക്ക് ചർച്ച ചെയ്യാനായി വന്നിരുന്നു. അദ്ദേഹം തന്റെ സ്റ്റേറ്റ്മെന്റ് സോണിയ മാഡത്തിന്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഖാർഗെ സാറിന്റെ കയ്യിൽ. അന്ന് സോണിയ മാഡമായിരുന്നു പ്രസിഡന്റ്. ആ മീറ്റിംഗ് നടക്കാതിരുന്നതാണ് തെറ്റായിപ്പോയത്. മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേനെ. പക്ഷേ മീറ്റിംഗ് നടന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ അശോക് ഗെഹ്ലോട്ടിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് സച്ചിൻ പൈലറ്റിനെയാണ് മുഖ്യമന്ത്രിയാക്കണമെന്ന് എല്ലാവരും പറഞ്ഞതായി പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് വ്യക്തി പല MLA-മാരെ റിസോർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചോ ആ വ്യക്തി തന്നെ എങ്ങനെ CM ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അല്ല, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരുമായിരുന്നു. നിർഭാഗ്യവശാൽ മീറ്റിംഗ് നടന്നിരുന്നേ എന്ത് സംഭവിച്ചു? 2 ഗ്രൂപ്പായി ഒരിക്കലും പിരിയില്ലായിരുന്നു. മീറ്റിംഗ് നടന്നില്ലല്ലോ, അതുകൊണ്ടാണ്. മീറ്റിംഗ് നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനും അന്നവിടെ. പക്ഷേ ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, CM ആണ് MLA-മാരുടെ മീറ്റിംഗ് അനുവദിക്കാതിരുന്നത്. പിന്നീട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. പക്ഷെ അതിനുശേഷവും അദ്ദേഹം തന്നെയാണ് CM ആയിട്ട് തുടർന്നത്. അത് പാർട്ടി പറഞ്ഞതാണ്. പാർട്ടി തീരുമാനിച്ചു കാണും. എടുത്ത തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകാം, അതിലൊരു മാറ്റം വേണ്ട. സോ പാർട്ടി എടുത്ത തീരുമാനം ഞങ്ങളും അംഗീകരിച്ചു. താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ സംസാരിച്ചിരുന്നു. ഇനിയും എത്ര തവണ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും? ഇത് നടന്നിട്ട് 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അന്ന് മീറ്റിംഗ് നടക്കണമായിരുന്നു, നടക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാപ്പും ചോദിച്ചു. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു, ഇലക്ഷനും അടുത്തെത്തി.
ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുകയാണെന്ന് കരുതണ്ട. ഈ ചോദ്യത്തിന് താങ്കൾ ഒരിക്കലും നേരിട്ട് ഉത്തരം നൽകിയിട്ടില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ശരി, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ കൂടുതൽ ചോദിക്കില്ല. ഇനി ചോദിക്കാൻ എന്താ ഉള്ളത്? വീണ്ടും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സച്ചിൻ പൈലറ്റിനെതിരായ കുറ്റാരോപണങ്ങൾ. നന്നായിട്ടുണ്ടോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് സച്ചിൻ പൈലറ്റിനെതിരായ വിചാരണ നടക്കുകയാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം. അതായത് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല. സച്ചിൻ, ഒരു ഫോട്ടോ താങ്കളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഫോട്ടോയിൽ നോക്കുക, താങ്കളുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാലത്ത് താങ്കളോടൊപ്പം വളരെ ക്ലോസ് ആയിരുന്ന പല വ്യക്തികളും ഉണ്ട്. അവർ പറയുന്നു താങ്കൾ വിശ്വാസവഞ്ചകനാണ്, അവരെല്ലാവരും BJP പോയിട്ടും താങ്കൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. RP സിംഗ്, മിലിന്ദ് ദേവര, ജ്യോതിരാജ് സിന്ധ്യ, ഇങ്ങനെ പല സുഹൃത്തുക്കളും ഉണ്ട്. പാർട്ടിയോട് കൂറ് കാണിച്ചാൽ പോരെ? അതിൽ വളരെ കറക്റ്റാണ്. ഇപ്പോ അത് പിന്നെ ഓരോരുത്തരും ഫ്രണ്ടായിരിക്കാം, ബ്രദറായിരിക്കാം, എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർ അവരുടെ രീതിയിലാണ് പ്രവർത്തിക്കുക, ആരോടൊപ്പം ചേരണം എന്നൊക്കെ. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലരും പാർട്ടി വിട്ട് പുറത്തു പോകുന്നു, പാർട്ടിയിലേക്ക് ചിലർ വരുന്നു. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇതിന് കാലം മറുപടി പറയും. ആരുടെ തീരുമാനമാണ് ശരിയെന്നും തെറ്റെന്നും കാലം മറുപടി പറയും. കാരണം അവസാനം ആരാണ് ജഡ്ജായിരിക്കുക? അതായത് അവസാനം ജനങ്ങളാണ് ജഡ്ജ്. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പബ്ലിക് തീരുമാനിക്കും. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, നിങ്ങൾ ഈ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നു രജത് സാർ. നിങ്ങൾ 4-5 പേരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ് ഇവർ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയെന്ന് നിങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്. പക്ഷേ എപ്പോ കപിൽ സിബൽ സാർ, ഗുലാം നബി ആസാദ് സാർ, ക്യാപ്റ്റൻ അമർദർ സിംഗും പാർട്ടി വിടുമ്പോൾ ആ സീനിയേഴ്സ് ലീഡേഴ്സിനോട് ഒരു ചോദ്യവും ചോദിച്ചില്ലല്ലോ. ഗുലാം നബി ആസാദിനെ ഞങ്ങൾ ഈ കോടതിയിലേക്ക് വിളിച്ചിരുന്നു. താങ്കൾ ഇരുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറയുന്നു 24 മണിക്കൂറും മോഡിയെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കണമെന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടതെന്ന്. നോക്കൂ, ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞെന്ന് വരും. ഇതേ കാര്യം തന്നെയാണ് മിലിന്ദ് ദേവരയും ഞങ്ങളോട് പറഞ്ഞത്. 24 മണിക്കൂറും മോഡിയെ ചീത്ത വിളിക്കണമെന്ന് താങ്കൾ പറഞ്ഞെന്ന്. മോഡി കോൺഗ്രസ് നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞാലും ചീത്ത വിളിക്കണമെന്ന്. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ആരെന്ത് തീരുമാനം എടുത്താലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം പറയും. പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നും ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഓപ്പോസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചേ പറ്റൂ. ജനങ്ങളുടെ പുരോഗമനത്തിനും രാജ്യത്തിന്റെ പുരോഗമനത്തിനും നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ പാർലമെന്റിൽ വേണം പറയാൻ. എല്ലാത്തിനും എന്ന് തലയാട്ടിയാൽ എന്ത് ഓപ്പോസിഷനാണ്? എല്ലാം അംഗീകരിക്കാനാവില്ല. സപ്പോർട്ടും ചെയ്യണം, എതിർക്കുകയും വേണം. അതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും 2 അഭിപ്രായം ഉണ്ടായിരിക്കണം. ഒരു കാര്യമെടുത്ത് നമ്മൾ ഡിബേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടൂ. ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും എന്ന് തലയാട്ടിയാൽ അത് ശരിക്കുള്ള ഡെമോക്രസി അല്ല. നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല. പലരും കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുപോലെ ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നുമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 വർഷത്തിനിടെ എന്റെ പാർട്ടി എന്നോട് എവിടെയെല്ലാം ചെന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞോ ഞാൻ അവിടെയെല്ലാം ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുമുണ്ട്. സ്റ്റേറ്റിലാണെങ്കിലും സെൻട്രലാണെങ്കിലും ഞാനത് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതുമാത്രമല്ല, എന്നെ ഏതെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ പൂർത്തിയാക്കാതെ പിന്മാറില്ല. ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. കാരണം നമ്മുടെ അധ്വാനമാണ് ഏറ്റവും വലുത്. അത് ആത്മാർത്ഥമായി ചെയ്താൽ മതി. ഒരു കാര്യം കൂടി രജത് സാർ, പദവി കിട്ടാത്തതുകൊണ്ട് വിഷമിച്ചെന്ന് പറഞ്ഞിരുന്നു. ഏത് പ്രയത്നവും വിഫലമാകില്ല, എന്ത് അധ്വാനവും വേസ്റ്റ് ആവില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കൂ. ജനങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് ലക്ഷ്യം നേടുവാനാണോ ഞങ്ങൾ പോകുന്നത് അതിൽ ഞങ്ങൾ ശ്രദ്ധയൂന്നിയേ പറ്റൂ. ഇലക്ഷൻ അടുത്തു, ഞങ്ങൾ ഓപ്പോസിഷനിലാണ്. പക്ഷേ 2-3 ഇലക്ഷനിൽ ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ പാടില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ബുദ്ധിശാലികളാണ്. കിട്ടിയെന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. താങ്കളെ ഒരു പാർലമെന്റ് മെമ്പറും ആക്കിയിരിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റിലെ ഒരു മന്ത്രിയുമാക്കി. താങ്കൾ രാജസ്ഥാനിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ആയിരുന്നു, 7 വർഷം സ്റ്റേറ്റ് പ്രസിഡന്റും.
താങ്കൾ എല്ലായിടത്തും ജോലി ചെയ്തു, ശരിക്കും കഷ്ടപ്പെട്ടു, താങ്കൾ തെളിയിച്ചു കാണിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നു, താങ്കളുടെ മറ്റു സുഹൃത്തുക്കൾ അവരോരോരുത്തരും എന്തുകൊണ്ട് വിട്ടുപോയി? മിലിൻ ദേവര, ആദിത്യരാജ് സിന്ധ്യ, അല്ലെങ്കിൽ ജിത്തൻ പ്രസാദ്, പിന്നെ RBN സിംഗ്, ഇവരെല്ലാം യങ് ലീഡേഴ്സ് ആണ്. പാർട്ടി ഉത്തരവാദിത്തം നൽകിയിരുന്നു. പോകുന്നതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇവിടെ നിൽക്കുന്നതിനേക്കാളും അവിടെ നിന്നാൽ റൈറ്റ് ആയിരിക്കുമെന്ന് അവർക്ക് തോന്നിക്കാണും. ഇത് അവരുടെ തീരുമാനമാണ്. നിങ്ങൾ എന്തിനാണ് ആ 5 പേരുടെ കാര്യം മാത്രം പറയുന്നത്? ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. ഇലക്ഷന് മുമ്പ് ഇതുപോലെ പലതും നടന്നെന്ന് വരും. ഇതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതിന്റെ ആവശ്യമില്ല. വരുന്ന സമയത്താണ്, അതായത് പഞ്ചാബിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, അമരേന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു. പാതി വഴിയിൽ അദ്ദേഹത്തെ കുതിരയിൽ നിന്നും ഇറക്കി വിട്ടു. അതിനുശേഷം മറ്റൊരാളെ കൊണ്ടുവന്നു. അദ്ദേഹം മോഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനിപ്പോ ഞാൻ എന്താ പറയാ? ഈ രാഷ്ട്രീയത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. എന്ത് നടക്കുമെന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഭംഗിയായിട്ട് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. നിങ്ങൾ ഒരാളെ വിലയിരുത്തിയിട്ട് അതുപോലെ മറ്റെല്ലാവരെയും കാണരുത്. ചിലരുടെ പ്രവർത്തന രീതി വേറെയായിരിക്കും, പെരുമാറ്റ രീതി വ്യത്യസ്തമായിരിക്കും. അവരെന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ, പക്ഷെ എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശരി, താങ്കൾക്ക് തോന്നിയില്ലേ പൊളിറ്റിക്കൽ കാൽക്കുലേഷനിൽ തെറ്റുകൾ സംഭവിക്കില്ലേ? ഇപ്പൊ MP ഇലക്ഷനിൽ എല്ലാവരും കമൽനാഥിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അദ്ദേഹമാണ് എല്ലാ ക്യാമ്പയിനും നടത്തുന്നത്. അദ്ദേഹം ഇഷ്ടത്തിന് ക്യാമ്പയിൻ ചെയ്തു, ആർക്കും ഉത്തരവാദിത്തം നൽകിയില്ല, അതുകൊണ്ടാണ് തോറ്റുപോയതെന്ന്. പരാജയത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരാളെ കൊണ്ട് ജയിപ്പിക്കാനും കഴിയില്ല, തോൽപ്പിക്കാനും കഴിയില്ല. ഇതൊരു സംഘടനയാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ജയിക്കുമ്പോൾ എല്ലാവരും ജയിക്കും, തോൽക്കുമ്പോൾ എല്ലാവരും തോൽക്കും. മറ്റൊരു വ്യക്തിയാണ് ഷേർഗിൽ. അദ്ദേഹവും പാർട്ടിയിൽ നിന്ന് പോയി. അദ്ദേഹം പറഞ്ഞത്, ഇവിടുത്തെ പ്രോബ്ലം കോൺഗ്രസിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ജനറലായിരുന്നു, പക്ഷെ രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ ഇത് പറയുന്നു. തെറ്റാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. 20 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം എപ്പോഴും യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. നിങ്ങൾ പറയുന്നവരെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടവരാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, പല സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. അവർക്ക് മുന്നേറാനുള്ള ചാൻസ് കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസിൽ ഇലക്ഷൻ നടക്കും. എന്തിന്? രാഷ്ട്രീയ അനുഭവമില്ലാത്തവർക്ക് പോലും ഇദ്ദേഹം അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പോസിഷനിലാണ്, ഇലക്ഷനിൽ ജയിച്ചില്ല. അപ്പൊ കുറ്റം പറയാൻ എളുപ്പമാണ്. ഒരു സമയത്ത് ഞങ്ങൾ റൂളിംഗിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുതാണ്. നിങ്ങൾ വേണമെങ്കിൽ മാറിക്കോ, പക്ഷെ സത്യം ഒരിക്കലും മാറരുത്. സ്ഥിതിഗതികൾ മാറിയെന്ന് വരാം, പക്ഷെ നിങ്ങൾ നേരായ മാർഗത്തിലൂടെ വേണം പോകാൻ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല, വലിയ ഓഫർ അവർ പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് പറയൂ. പക്ഷെ ലീഡറെ കുറ്റം പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. 2013 നമുക്ക് 21 MP-കളുണ്ടായിരുന്നു. 2018 നിങ്ങളാണ് പാർട്ടിയെ വളർത്തത്. കഴിഞ്ഞ 8 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിനെ കുറിച്ചാ കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ അത് രാജസ്ഥാൻ സ്റ്റേറ്റാ. ഞങ്ങൾ നിങ്ങളുടെ പല പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വേൾഡ് ഫേമസ് ആയ ആപ്കെ അദാലത്ത് ഷോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ, നിങ്ങളെ CM ആക്കാത്തത് ന്യായമാണോ അതോ അന്യായമാണോ? കാരണം എല്ലാ സ്ഥലത്തും നിങ്ങളുടെ മുഖമാണ് അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത CM നിങ്ങളായിരിക്കും എന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു. നിങ്ങളുടെ തലയിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ അതാർക്കും മാറ്റാനാവില്ല. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലാത്തത് നേടാനും ആവില്ല. പിന്നെ മറ്റൊരു കാര്യം, ന്യായവും അന്യായവും അളക്കുന്നവൻ മുകളിലിരിക്കുന്നുണ്ട്, അവൻ നോക്കിക്കോളും. നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. ജനങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം നമുക്ക് കിട്ടും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് പദവി കിട്ടുമോ കിട്ടില്ലയോ, തീർച്ചയായും നല്ലത് നടക്കും. പക്ഷേ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ കഴിയണം. ജനങ്ങളുടെ പ്രാക്ക് കേൾക്കാൻ പാടില്ല. പിന്നെ മനസ്സിനെ സുതാര്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. നിങ്ങൾ ഇതുമാത്രം ചെയ്താൽ മതി ജീവിതത്തിൽ വിജയിക്കാം. പിന്നെ ബാക്കി പദവിന്ന് നിങ്ങൾ പറയുന്നു, എത്ര പേരുണ്ടെന്നറിയോ? വലിയ വലിയ പദവിയിലാണ് ഇരിക്കുന്നത്. ആരും അവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, പേരുപോലും ഓർമ്മയുണ്ടാവില്ല. ഇതിൽ ദൈവത്തോട് നന്ദിയും പറയണം. ഞാൻ എവിടെ ചെന്നാലും ജനങ്ങളുടെ അനുഗ്രഹമുണ്ട്, സൗഹൃദങ്ങൾ വളരുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം തരുന്നതെന്ന് പറയാം. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം കിട്ടിയിട്ടില്ല എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി എന്തെങ്കിലും വലിയ പദവി കാത്തിരിക്കുന്നുണ്ടാവും. ആര് കണ്ടു? സാർ, ഇന്റർനെറ്റിലെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. അതിൽ നിങ്ങൾ 51 മീറ്റർ തലേ കിട്ടുന്ന തുണി 2 മിനിറ്റ് കൊണ്ട് കെട്ടിത്തീർത്തു. നിങ്ങൾ എനിക്ക് വേണ്ടി അതിവിടെ ഒന്ന് കെട്ടിത്തരാൻ പറ്റുമോ സാർ? പ്ലീസ് സാർ.
നന്നായിട്ടുണ്ടോ? വെൽക്കം ബാക്ക്. നിങ്ങളുടെ കോടതിയിൽ സച്ചിൻ പൈലറ്റിനോട് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം അതിന് ഉത്തരവ് നൽകി. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജ് തന്റെ വിധിന്യായം പറയുന്നതായിരിക്കും. നാട്ടിൽ തന്നെ ഏറ്റവും കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രോസിക്യൂഷനല്ലേ ഉള്ളത്. രജത് ശർമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ടാണ് ഇപ്പോൾ സച്ചിൻ ആൻസർ പറഞ്ഞത്. അതിനുവേണ്ടി തന്നെ നിങ്ങൾക്ക് നല്ല ഒരു കയ്യടി ആവശ്യമുണ്ട്. എന്നിട്ട് ഈ കോടതിക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നാട്ടിൻ്റെ ഒരു അഭിമാന ചിഹ്നമാണ്. നിങ്ങൾ സ്മാർട്ടാണ്, നന്നായി സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ നല്ല പഠിച്ചിട്ടുമുണ്ട്, നല്ലൊരു പ്രീ ഡിഗ്രി എന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രോസിക്യൂഷൻ വക്കീൽ പറഞ്ഞതുപോലെ രാജേഷ് പൈലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. ആ പാരമ്പര്യത്തിന് നിങ്ങൾ അഭിമാനം കൂട്ടാൻ വേണ്ടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ ഇത്രയും ധൈര്യത്തോടെ നാട്ടിനു വേണ്ടി സേവ ചെയ്യാൻ ഇറങ്ങുമ്പോൾ കടമ ചെയ്യാനുള്ള ബോധത്തോടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏത് സൈഡിലേക്ക് പോകണം, ഏത് സൈഡിലേക്കൊക്കെ പോകൂടാന്നുള്ള ഡിസിഷൻ നിങ്ങളായിരിക്കും എടുക്കേണ്ടതല്ലേ. ഒരു മികച്ച നാടിനെ വളർത്താൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിഷൻ പാർട്ടി എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ അതിൽ ചില ആൾക്കാരെ സ്ട്രോങ് ആയിട്ടുള്ളൂ. അതിൽ നിങ്ങളും ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിപ്പം പ്രതിപക്ഷമായതുകൊണ്ട് നാട്ടുകാരെല്ലാം നിങ്ങളെയും വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. അതിൽ വിജയിക്കാൻ ഞങ്ങളുടെ ആശംസകൾ. താങ്ക് യു. എന്നെ സംബന്ധിച്ച് നമ്മുടെ ദേശത്തിന് സച്ചിനെ പോലുള്ള യുവാക്കൾ ആവശ്യമാണ്. ഇദ്ദേഹത്തെ പോലെ ബുദ്ധിശാലിയും അതുപോലെ കഷ്ടപ്പെടുന്ന ലീഡേഴ്സും ആവശ്യമാണ്. ഞാൻ ആശംസിക്കുന്നു ഇദ്ദേഹം കൂടുതൽ ഉയരത്തിലെത്തണം. ഇദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കണം. ജനങ്ങളുടെ വിശ്വാസവും ഇദ്ദേഹം ആർജിക്കണം. ഇതോടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രശസ്തനായ വ്യക്തിയോടൊപ്പം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.